Hi guys, welcome back to my channel. അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സ് ന്യൂ കാസൽ മത്സരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. പതിവ് തെറ്റിച്ചില്ല ഗായ്സ്, വീണ്ടും 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 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3G ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഈ ഒരു സീസണിൽ യാതൊരുവിധ മാറ്റങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരു ഒന്നെങ്കിൽ അമോറിമിൻ്റെ സിസ്റ്റത്തിലേക്ക് പ്ലേയേഴ്സ് കൺവേർട്ട് ആവണം, അല്ലെങ്കിൽ പ്ലേയേഴ്സിൻ്റെ ഇപ്പോഴുള്ള ഒരു പ്ലേയേഴ്സിൻ്റെ സിസ്റ്റത്തിലേക്ക് അമോറിം കൺവേർട്ട് ആവണം. ഇത് രണ്ടും സംഭവിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ല. കാരണം അമോറിം ഓക്കെ, അത്യാവശ്യം നല്ലൊരു സക്സസ് ആയ മാനേജറൊക്കെ തന്നെയാണ്. അത് നമ്മൾ ചാമ്പ്യൻസ് ലീഗിലും ഒരുപാട് മാച്ചസിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ യുണൈറ്റഡിൻ്റെ അവസ്ഥ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. യുണൈറ്റഡിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്തായിരുന്നു, ഒരുപാട് വർഷങ്ങളായിട്ട് യുണൈറ്റഡിൻ്റെ ആ ഒരു പ്രോബ്ലംസ് എന്താണെന്ന്. ഒരുപാട് മാനേജർ വന്ന് ഒരു വർഷം നിൽക്കുന്നു, നെക്സ്റ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുമ്പം സാക്ക് ചെയ്യുന്നു. അഗെയിൻ ഒരു വർഷത്തേക്ക് ഒരു മാനേജർ വരുന്നു, വീണ്ടും ഒന്ന് ബിൽഡായി വരുന്ന സമയത്ത് ലാസ്റ്റ് ഒരു എന്താ പറയുക 2-3 മാച്ചസ് ഫെയിലാകുന്ന സമയത്ത് വീണ്ടും സാക്ക് ചെയ്യുന്നു, നെക്സ്റ്റ് മാനേജർ വരുന്നു. എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ വിഷമമായിട്ടുള്ളൊരു കാര്യം, ആ നിസ്റ്റൽറോയ് എന്ന മാനേജറെ കുറച്ചുകൂടി ഒരു സമയം കൊടുത്തായിരുന്നെങ്കിൽ. കാരണം പുള്ളിയുടെ കാര്യം പറയുമ്പം നമ്മൾ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. പുള്ളിക്ക് ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഇല്ല. മാനേജറായിട്ട് ആദ്യം തന്നെ അസിസ്റ്റൻ്റായിട്ട് ടെൻ ഹാഗിൻ്റെ കീഴിലാണ് മാനേജറായിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ടെൻ ഹാഗ് പോയതിന് ശേഷം 4 മാച്ചസ് യുണൈറ്റഡിലെ സ്ക്വാഡിലുള്ള ആ ഒരു പ്ലെയറിൻ്റെ ടാലൻറ്റ് എന്താണോ, യുണൈറ്റഡിൻ്റെ സിറ്റുവേഷൻ എന്താണോ, യുണൈറ്റഡിന് എങ്ങനെയാണ്, അതായത് ഓരോ പ്ലേയേഴ്സിനെ എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ള വ്യക്തമായ ധാരണയുണ്ടായിരുന്നു നിസ്റ്റൽറോയ്. ആ ഒരു റിസൾട്ടാണ് 4 മാച്ചസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു ഈഗോ, ഒരു ഫേവറിസം, അങ്ങനെയുള്ള ഒരു സംഭവം നിസ്റ്റൽറോയിൽ എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചില്ല. ഓൾറെഡി നിസ്റ്റൽറോയ് ഒരു ലെജൻഡാണ്, യുണൈറ്റഡിൻ്റെ ലെജൻഡാണ്. അപ്പോൾ കുറച്ചുകൂടി കമ്മിറ്റ്മെൻറ്റ്സ് അധികമായിരിക്കും. കാരണം ഒരു മാനേജറായിട്ട് വരുമ്പോൾ ഓക്കെയാണ്, എല്ലാ മാനേജറും ഓക്കെയാണ്. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് വേണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് എന്തായാലും നിസ്റ്റൽറോയ് എന്നുള്ളൊരു മാനേജർക്ക് എന്തായാലും ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാനാണ്, യുണൈറ്റഡിൻ്റെ ഒരു ഇതുവരെ സംഭവിച്ചതിൽ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കൂ. കാരണം ആ ഒരു നിസ്റ്റൽറോയെ റീപ്ലേസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു റീപ്ലേസ് ചെയ്തിട്ട് ഒരിക്കലും അമോറിമിനെ കൊണ്ടുവരേണ്ട യാതൊരുവിധ ആവശ്യമില്ലെന്ന് എനിക്ക് ആ ഒരു സമയത്ത് തന്നെ തോന്നിയ കാര്യമാണ്. നമ്മൾ ആ ഒരു സമയത്ത് വീഡിയോ ചെയ്തതാണ്. ഈ ഒരു സീസൺ വലിയ രീതിയിലുള്ള പ്രതീക്ഷയോ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നെക്സ്റ്റ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആകുന്ന സമയത്ത് എന്തായാലും നെക്സ്റ്റ് ഏതെങ്കിലും നല്ലൊരു ബിൽഡപ്പ് ആയിട്ടുള്ളൊരു മാനേജറെ കൊണ്ടുവരും. ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ഇതിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ യാതൊരുവിധ മാറ്റങ്ങളും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ വേണ്ടി ടെൻ ഹാഗിൻ്റെ കീഴിൽ ഒരു 2 ട്രോഫി വിൻ ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ള കാര്യമല്ലാതെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സംഭവം എനിക്കെന്നല്ല, യുണൈറ്റഡ് ആരാധകർക്ക് ഇതുവരെ ഒരു എന്താ പറയുക, ഒരു 2-3 മാച്ചസ് നല്ലൊരു അപ്പാര ഫോമായിരിക്കും. പക്ഷേ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു 3 മാച്ച് സമയത്ത് ആ ഒരു ഫോം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അതാണ് യുണൈറ്റഡിൻ്റെ മെയിൻ പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒന്നുകിൽ ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അമോറിം ആ ഒരു റീതിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ എന്തായാലും ഇതൊരു വലിയൊരു, ഇപ്പോൾ ടെൻ ഹാഗിനൊക്കെ സംഭവിച്ച പോലെ തന്നെ നെക്സ്റ്റ് വിൻഡോയിൽ എന്തായാലും സേക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഇന്നത്തെ തോൽവിയോടുകൂടി 14ാം സ്ഥാനത്തേക്ക് മുന്നേറിയിരിക്കുകയാണ് ഗൈസ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 14ാം സ്ഥാനത്തേക്ക് മുന്നേറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു റിലേഗേഷൻസ് ആ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ അണ്ടർ 19ലേക്ക്, അതായത് ഇപ്പോൾ ഒന്നാമത് 14ാം സ്ഥാനത്താണ് ഉള്ളത്, 20ാം സ്ഥാനത്താണോ എന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. ആ ഒരു പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഇയർ തൊട്ട് പ്രീമിയർ ലീഗ് കളിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം എക്സ്പീരിയൻസ് ആവുമല്ലോ. ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു പോക്കാണെങ്കിൽ അങ്ങനെയാണ് അവസാനിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുള്ളൂ. കാരണം വിജയം തോൽവി എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ ഒരു എഫേർട്ട്നെസ് നമ്മൾ അത്ര ഒരു 100% കൊടുക്കുന്ന ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റിങ് കാണാൻ വേണ്ടി സാധിക്കേണ്ടേ. ഒരു യുണൈറ്റഡ് ആരാധകൻ എന്നുള്ള നിലയിൽ അതെങ്കിലും കാണാൻ വേണ്ടി സാധിക്കണ്ടേ. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. സീരിയസ്ലി ഒരു
പ്രത്യേകിച്ച് ഒരു പ്ലെയറിനെ എടുത്ത് പറയാനില്ല. എല്ലാ പ്ലെയറും ആർക്കോ വേണ്ടി കളിക്കുന്നു, എന്തിനോ വേണ്ടി കളിക്കുന്നു, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ കളിക്കുന്ന പോലെയാണ് എനിക്ക് ടോട്ടലി കളി വാച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയത്. എന്നാൽ റാഷ്ഫോർഡ് സ്ക്വാഡിലുണ്ടായിരുന്നു, പക്ഷേ പ്ലേ ചെയ്യിപ്പിച്ചില്ല. ഇതുപോലെ എല്ലാ പ്ലേയേഴ്സും ഇപ്പോൾ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മൊത്തത്തിലൊന്ന് റീബിൽഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത്. കാരണം ഇപ്പോൾ ചെൽസിയൊക്കെ ചെയ്ത പോലെ ടീം മൊത്തത്തിലൊന്ന് പൊളിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സീസൺ ആകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുമായിരിക്കാം. അപ്പോൾ ഗൈസ്, എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.